കഴിഞ്ഞ 3 വർഷമായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് കൊടുത്ത റിട്ടേൺ 0% ആണ്. ഒരുപാട് പേര് മ്യൂച്വൽ ഫണ്ടുകളിലാണെങ്കിലും സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും വളരെ ഒരു നിരാശാജനകമായ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ കടന്നുപോയത്. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്ത് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ചും കൂടി ബെറ്റർ ആയ രീതിയിലോട്ട് നമുക്ക് പോകാൻ പറ്റും നോക്കാം. അതിന് വേണ്ടിയിട്ട് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരത്തിൽ നിന്ന് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ വാർ കാരണമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നതെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ നമുക്ക് ആദ്യം വന്നത് വാറിൻ്റെ സിറ്റുവേഷൻ കാരണമാണോ ഈ അവസ്ഥ വന്നത്? ഇപ്പോൾ വാർ വന്നതിന് ശേഷം നമ്മുടെ മദർ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ മാർക്കറ്റ് ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്. അമേരിക്കൻ മാർക്കറ്റിനാണോ ഇന്ത്യൻ മാർക്കറ്റിനാണോ കൂടുതൽ പ്രശ്നങ്ങൾ വന്നത്? വാർ ആരാണ് ഉണ്ടാക്കിയത്? ട്രംപാണല്ലോ. ഇപ്പം ട്രംപ് വാർ ഉണ്ടാക്കിയിട്ടും ഇതിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അനന്തര ഫലം അനുഭവിക്കുന്നത് നമ്മളെ പോലത്തെ ഇന്ത്യക്കാരാണ് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രക്കാരാണ്. പക്ഷെ അവിടെ നേട്ടം കൊഴിയുന്നത് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാൻ പറ്റും, US മാർക്കറ്റ് തന്നെയാണ് അവിടെ വിൻ ചെയ്തത്. ഇനി നമ്മുടെ കറൻസി, നമ്മുടെ ഇന്ത്യൻ കറൻസി ഉണ്ട്. ഓരോ ദിവസം ചെല്ലുന്തോറും താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യൻ കറൻസി ഉണ്ട്. US ഡോളർ ഉണ്ട്, US ഡോളറും ഇന്ത്യൻ കറൻസി. നമ്മുടെ ഇന്ത്യയുടെ INR, ഇന്ത്യൻ റുപ്പി, ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് പ്രാപിച്ച കറൻസി, ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള, ഇപ്പോഴും പവർഫുൾ ആയിക്കൊണ്ടിരിക്കുന്ന കറൻസി ഏതാണെന്ന് ചോദിച്ചാൽ US ഡോളർ തന്നെയാണ്, ഇന്ത്യൻ റുപ്പി അല്ല. ഇന്ത്യൻ റുപ്പി നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നത് പോലെ ഓരോ ദിവസവും താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ നോക്കിയ സമയത്ത് $1 എന്ന് പറയുന്നത് 94 ഇന്ത്യൻ റുപ്പിക്ക് ഈക്വലാണ് എന്നർത്ഥം. ഇനി ഇത് മാത്രമാണ് കാരണം. മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ ചോദിക്കാം. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്ഷൻ ഹബ്ബാണോ ഒരു കൺസംഷൻ ഹബ്ബാണോ? പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ റിയൽ പ്രൊഡക്ഷൻ നടക്കുന്നത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ChatGPT ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ ആണെങ്കിലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൊഡക്ഷൻ ഹബ്ബ് എന്ന് പറയുന്നത് US മാർക്കറ്റ് തന്നെയാണ്, ഒരു സംശയമില്ല. നമ്മൾ ഈ സർവീസുകളെല്ലാം ക്യാഷ് കൊടുത്ത് യൂസ് ചെയ്യുന്നു. നെറ്റ്ഫ്ലിക്സ് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് യൂസ് ചെയ്യുന്നു. ആമസോൺ പ്രൈം നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് യൂസ് ചെയ്യുന്നു. ഗൂഗിൾ പേ നമ്മൾ യൂസ് ചെയ്യുന്നു. യൂട്യൂബ് നമ്മൾ യൂസ് ചെയ്യുന്നു. എല്ലാം നമ്മൾ കൺസംഷൻ കൺട്രിയാണ്, സർവീസ് ബേസ്ഡ് കമ്പനിയാണ് അല്ലെങ്കിൽ രാജ്യമാണ്. നമ്മൾ ഒരിക്കലും ഒരു സാധനവും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇന്ത്യയുടെ ഏറ്റവും വളരെ ഒരു ഫാൾട്ട്, ഞാൻ പുറത്തെ രാജ്യത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലക്ക് ഇവിടുത്തെ ജനതയും നമ്മൾ ഇന്ത്യയിലുള്ള ആളുകളെയും കാണുമ്പോൾ ഇന്ത്യയിലുള്ള ആളുകളുടെ കഴിവും ഇന്ത്യയിലെ ആളുകളുടെ അഡാപ്റ്റബിലിറ്റിയും എന്ന് പറയുന്നത് സുപ്പീരിയറാണ്, ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. പക്ഷേ ഇന്ത്യക്ക് ഒരു റിയൽ പ്രൊട്ടക്ഷൻ എൻവിയോൺമെൻറ്റ് ഇന്ത്യയിലില്ല, അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമോ മറ്റു കാര്യങ്ങളോ ആളുകളെ ടൈലർ ചെയ്ത് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ്. ഒരു പ്രൊട്ടക്ഷൻ ഹബ്ബ് ആവാത്തിടത്തോളം കാലം ഇന്ത്യയിൽ റിയൽ വെൽത്ത് ജനറേഷൻ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ നടക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതാണ് എൻ്റെ തേർഡ് പോയിന്റ്. ഇതിൽ റിയൽ പ്രൊഡക്ഷൻ നടക്കുന്നത് വീണ്ടും നമ്മൾ കൊടുക്കുന്നു, US ഉണ്ട്, ഇന്ത്യ ഉണ്ട്. നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും ടിക്ക് മാർക്ക് US ആണ്. ChatGPT നമ്മളെല്ലാവരും അത്ഭുതപ്പെടുത്തി കൊണ്ടുവന്നതായിരുന്നു. ആന്ത്രോപിക് AI, ക്ലൗഡ് AI നമ്മൾ അത്ഭുതപ്പെടുത്തി വന്നതായിരുന്നു. എല്ലാ അത്ഭുതങ്ങളും നമ്മുടെ മുന്നിലോട്ട് കൊണ്ടുവരുന്നത് US-ൽ നിന്നുള്ള കമ്പനികളാണ്. പക്ഷേ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഇന്ത്യക്കാരുണ്ടെന്ന് ഓർക്കണം. എന്നിട്ട് പോലും ഇന്ത്യയിൽ ഈ പ്രൊഡക്ഷൻ ഇപ്പോഴും നടക്കുന്നില്ല എന്നുള്ളത് വളരെ വലിയ ഒരു പോരായ്മ തന്നെയാണ് ഇന്ത്യൻ രാജ്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ. വാറ് നടന്ന സമയത്തും നാസ്ഡാക്ക് 100 എന്ന് പറയുന്ന ഇൻഡെക്സ് കൊടുത്ത റിട്ടേൺ എന്ന് പറയുന്നത് 9.93% ആണ്. അതായത് ഞാൻ പറയുന്നത് ഇയർ ടിൽ ഡേറ്റ്, നമ്മളിപ്പോൾ ഈ വർഷം തുടങ്ങിയിട്ട് 4 മാസമായല്ലോ, 9.93% ആയിരുന്നു US മാർക്കറ്റ് കൊടുത്ത റിട്ടേൺ. നമുക്ക് അപ്രോക്സിമേറ്റ്ലി എളുപ്പത്തിന് 10% റിട്ടേൺ എന്ന് പറയാം, നാസ്ഡാക്ക് 100 കോമ്പോസിറ്റ് കൊടുത്ത റിട്ടേൺ. ഇനി S&P 500 ആണെങ്കിലോ ഒട്ടും വ്യത്യാസമില്ല. ഇയർ ടിൽ ഡേറ്റ് കൊടുത്ത റിട്ടേൺ എന്ന് പറയുന്നത് 5.42%. നമുക്ക് റഫായിട്ട് 5.5% എന്ന് പറയാം. 5.5% റിട്ടേൺ ഈ പറയുന്ന S&P 500 നമ്മുടെ മൾട്ടി ക്യാപ്പ് പോലെ കാണാം. അതായത് US-ലെ ലാർജസ്റ്റ് 500 കമ്പനീസ്, ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മാൾ ക്യാപ്പ് ഉണ്ടല്ലോ ഇവിടെ, അതേപോലെ തന്നെയാണ് US-ലെ ടോപ്പ് 500 കമ്പനീസ് ചേർന്നിട്ട് വരുന്നതാണ് ഈ
പറഞ്ഞ S&P 500 കോമ്പോസിറ്റിൽ 5.5% റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി ഇതേ അവസ്ഥയിൽ ഇന്ത്യൻ മാർക്കറ്റ് ഒന്ന് നോക്കിയേ. ഇന്ത്യൻ മാർക്കറ്റ് ഇയർ ടിൽ ഡേറ്റ് കൊടുത്തത് -8.22%. ഞാൻ റഫായിട്ട് -8.2% എന്ന് പറയും. ഇതാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ അവസ്ഥ. അപ്പോൾ വാറ് ഉണ്ടാക്കിയത് ട്രംപാണ്. US ആണ് വാർ ഇനീഷ്യേറ്റ് ചെയ്തത്. ലോകത്തുള്ള എല്ലാവർക്കും ഇപ്പം നമ്മുടെ LPG സിലിണ്ടറിൻ്റെ പ്രശ്നം വരുന്നു. ഹോട്ടലുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യപ്പെട്ട ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ സാധാരണക്കാരെ വരെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഒരു രാജ്യത്തിന് സാധിച്ചു. എന്നിട്ടും ആ രാജ്യത്തിൻ്റെ എക്കണോമി നമ്പർ 1 ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് റിയൽ പ്രൊഡക്ഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ റിയൽ ബിസിനസ് നടക്കുന്നത് എന്നർത്ഥം. അങ്ങനെ നടക്കുന്നവിടത്തെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസും കാണിക്കുള്ളൂ. അതാണ് ഈ കഴിഞ്ഞ 4 മാസത്തെ സിമ്പിളായിട്ട് ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് ഈസ് അണ്ടർ പെർഫോമിങ്, US മാർക്കറ്റ് ഈസ് ഔട്ട് പെർഫോമിങ് എന്നുള്ളതാണ്. ഇത് മാത്രമാണോ? അല്ല. കറൻസി, ഇന്ത്യൻ കറൻസി ഓരോ ദിവസം ചെല്ലുന്നോറും ഡിപ്രിസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ ഇയർ ടിൽ ഡേറ്റിൻ്റെ ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 5.73%. റഫായിട്ട് നമുക്ക് ഇതിനെയും 5.5% എന്ന് റഫായിട്ട് പറയാം, ഈസി കാൽക്കുലേഷന് വേണ്ടി. 5.5% ഇന്ത്യൻ റുപ്പി 4 മാസത്തിനകത്ത് ഫാൾ ചെയ്തത്. ഇപ്പം 94.91. ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും, മിക്കവാറും ഈ വർഷം അടുത്ത് കഴിയുമ്പോഴേക്കിനും ഇത് 100 റുപ്പിയിലെത്തും. അതായത് $1 എന്ന് പറയുന്നത് 100 റുപ്പിയിലോട്ട് എത്താൻ വളരെ വലിയൊരു സമയം എടുക്കില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇന്ത്യൻ മാർക്കറ്റിലുള്ള നിഫ്റ്റി കൊടുത്ത റിട്ടേൺ എന്ന് പറയുന്നത് -8.2%. ഇനി നാസ്ഡാക്ക് കൊടുത്ത റിട്ടേൺ ഞാൻ പറഞ്ഞു. നാസ്ഡാക്ക് കൊടുത്ത റിട്ടേൺ അപ്രോക്സിമേറ്റ്ലി നാസ്ഡാക്ക് കോമ്പോസിഷൻ കൊടുത്ത റിട്ടേൺ 10% അപ്രോക്സിമേറ്റ്ലി. കറൻസിയിൽ വന്ന ഡിപ്രിസിയേഷൻ ഇന്ത്യൻ റുപ്പിയിൽ നോക്കണം. ഇത് ഡോളറിലാണ് 10% കൊടുത്ത്. ഇന്ത്യൻ റുപ്പി 5.5% താഴ്ന്നു. അപ്പോൾ +5.5% എടുത്താൽ നാസ്ഡാക്ക് കൊടുത്ത റിട്ടേൺ എന്ന് പറയുന്നത് 15% റിട്ടേൺ ആണ്. എന്നാൽ അമേരിക്കയുടെ S&P 500 ആ ഇൻഡെക്സ് കൊടുത്തത് 5.5% പ്ലസ് കറൻസി കൊടുത്തത് 5.5%. രണ്ടും കൂടി കൂട്ടുമ്പോൾ S&P 500 കൊടുത്തത് 11%. അപ്പോൾ ഇതിൻ്റെ ഫാക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ 15% നാസ്ഡാക്ക് 100 കൊടുത്തു, S&P 500 കൊടുത്ത റിട്ടേൺ എന്ന് പറയുന്നത് 11%. ആ സമയത്താണ് ഇന്ത്യൻ മാർക്കറ്റ് കൊടുത്ത റിട്ടേൺ എന്ന് പറയുന്നത് വെറും -8.2%. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് എത്രത്തോളം അണ്ടർ പെർഫോമൻസ് ആണ് നോക്കിയേ. നാസ്ഡാക്ക് 15 കൊടുത്തപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കൊടുത്ത് -8, ഓൾമോസ്റ്റ് പകുതിയേ ഉള്ളൂ. അപ്പോൾ കറൻസിയുടെ വാല്യൂ ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നതും ഇന്ത്യൻ മാർക്കറ്റിലുള്ള കമ്പനികളുടെ പെർഫോമൻസ് ഇല്ലായ്മയും ചേർന്ന് വരുമ്പോൾ ഈ അവസ്ഥ കൂടുതൽ വേസ്റ്റ് സിറ്റുവേഷനിലോട്ടാണ് പോയത് എന്നാണ് അർത്ഥം. 2025 ഇന്ത്യയിലെ AI സബ്മിറ്റ് നടന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഒരുപാട് ടെക്നോളജി രംഗത്തെ അവരുടെ CEO പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. ഇത്തരത്തിലുള്ള മീറ്റിംഗ്സും ഇനീഷ്യേറ്റീവും എല്ലാം തന്നെ നല്ലതാണ്. പക്ഷേ റിയൽ ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് വർക്ക് നടന്ന് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരുമ്പോഴാണ് കമ്പനിയിൽ ഏർണിങ്സ് വരുന്നത്. ഇത്തരത്തിലുള്ള ഇവൻസുകൾ നല്ലതാണെങ്കിലും ആ ഇവൻസിൻ്റെ ഔട്ട്കം എന്താണ്, അടുത്ത ഒരു ഫ്യൂച്ചറിസ്റ്റിക്സ് ആയിട്ടുള്ള 5 വർഷത്തെ 10 വർഷത്തെ ഇന്ത്യയുടെ പ്ലാൻ എന്താണ്, ഇന്ത്യ എങ്ങനെയാണ് AI ടെക്നോളജിയിൽ എങ്ങനെയാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്, എന്തൊക്കെ പ്രൊഡക്ട്സുകളാണ് ഇന്ത്യ കൊണ്ടുവരാൻ പോകുന്നത്, ഇതിന് കൃത്യമായ ഒരു റോഡ് മാപ്പോ ഒരു പ്ലാനോ ഇന്ത്യക്ക് മുന്നിൽ ഉണ്ട് എന്നുള്ളത് എവിടെയും എനിക്ക് വായിക്കാൻ കാണാൻ കഴിഞ്ഞില്ല. അമേരിക്കൻ ബസാർ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു റിസർച്ച് ഗ്രൂപ്പ് നടത്തിയ ഒരു സർവേയിൽ പറയുന്നത് ഇന്ത്യ AI ഹബ്ബ് ആകുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം യെസ് എന്ന് പറഞ്ഞ് വോട്ട് ചെയ്തത് വെറും 5% ആളുകൾ മാത്രമാണ്. ബാക്കി വരുന്ന 95% ആളുകൾക്ക് അടുത്ത 5 വർഷമോ 10 വർഷത്തിലോ ടെക്നോളജിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇന്ത്യ ഒരു ഹബ്ബായി മാറുമെന്നുള്ളതിൽ കോൺഫിഡൻസ് ഇല്ല എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു രാജ്യം എത്രത്തോളം ഏണിങ്സ് കൊണ്ടുവരും? ഡെഫിനറ്റായിട്ടും ഏണിങ്സ് കൊണ്ടുവരണമെങ്കിൽ അവിടെ റിയൽ ബിസിനസ്സും പ്രൊഡക്ഷനും നടക്കണം. അത് ഇന്ത്യയിലുള്ള ഒരു ഫോർകാസ്റ്റ് കാണിക്കുന്നത് അതിനുള്ള ഒരു ചാൻസസ് ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതും എന്നാൽ US അതിന് ഉണ്ട് എന്നുള്ളതുമാണ്. IoT അനലറ്റിക്സിൻ്റെ റിപ്പോർട്ടാണത്. IoT അറിയാത്തവർക്ക് പറയാം, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് അനലറ്റിക്സ് ഗ്രൂപ്പ് നടത്തിയ സർവേൻ്റെ റിപ്പോർട്ടാണത്.
ഇതിൽ ഈ ഫസ്റ്റ് ഗ്രാഫിൽ കാണിക്കുന്നത്, അതായത് ഇവിടെയുള്ള ഈ ഗ്രീൻ കളറിൽ കാണിക്കുന്ന ഈ നമ്പർ 1 എന്ന് ഞാൻ മാർക്ക് ചെയ്യുന്നത് എൻവിഡിയൻ്റെ മാർക്കറ്റ് ക്യാപ്പും എൻവിഡിയ കൊടുക്കുന്ന ബിസിനസ് ഷെയറുമാണ്. എന്നാൽ ഈ പറഞ്ഞ ഡാറ്റാ സെൻറ്റർ GPU-ൽ, അതായത് AI ടെക്നോളജിക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത് എൻവിഡിയ, അതേപോലെ AMD, അതേപോലെ ഇൻ്റലൊക്കെ ശ്രദ്ധിക്കുന്നവർക്കറിയാം കഴിഞ്ഞ ഒരു 1-2 ദിവസം കൊണ്ട് ആ ഷെയറിൻ്റെ പ്രൈസ് ഷൂട്ട് ചെയ്തത് more than 50% ആണ്. എക്സാക്ട് നമ്പർ എനിക്ക് അറിയില്ലെങ്കിലും അതിൻ്റെ ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. അപ്പോൾ ഇതാണ് റിയൽ ടെക്നോളജി നടക്കുന്നത്. ഇനി ഇതിനെ കുറച്ചുകൂടി സൂം ഔട്ട് ചെയ്തിട്ട് ഫൗണ്ടേഷൻ മോഡൽസ് കൊണ്ടുവരുന്ന കമ്പനികൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം മൈക്രോസോഫ്റ്റ് ഉണ്ട്, ആമസോണിൻ്റെ AWS വെബ് സർവീസ് ഉണ്ട്, ക്ലൗഡ് ഉണ്ട്, ഓപ്പൺ AI ഉണ്ട്, ആന്ത്രോപ്പിക് ഉണ്ട്. ഇതിൽ വളരെ ടൈനി പാർട്ടായിട്ട് നിൽക്കുന്നതാണ് അതർ എന്ന് എഴുതിയിട്ട് ഇവിടെ നിൽക്കുന്ന 11%. ഈ 11%നെ സൂം ഔട്ട് ചെയ്ത് കാണിക്കുന്നതാണ് ഈ പറഞ്ഞ അതറിൽ വരുന്നതാണ് ഇന്ത്യൻ കമ്പനീസ് ആയിട്ടുള്ള TCS, NTT ഡാറ്റ, ഇൻഫോസിസ്, ഡിലോയിറ്റ്, ആക്സഞ്ചർ, കോഗ്നിസന്റ്, EY. അപ്പോൾ ഇത്തരത്തിലുള്ള കമ്പനികൾ ഈ 11%-ൽ ഇത്രയും കമ്പനികളുടെ കോൺട്രിബ്യൂഷൻ വരുമ്പോൾ ഒരു കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 2-3% പക്ഷേ ബാക്കി നിൽക്കുന്ന 89% ബിസിനസ് വരുന്നത് മറ്റ് കമ്പനികളായിട്ടുള്ള ആമസോൺ ആവട്ടെ, മൈക്രോസോഫ്റ്റ് ആവട്ടെ, IBM ആവട്ടെ, ഇത്തരത്തിലുള്ള ലോകത്തിലെ ടെക് ഭീമന്മാരിൽ നിന്നാണ്. അപ്പോൾ അവിടെ ബിസിനസ് വരുമ്പോൾ ഓഫ് കോഴ്സ് ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്ന് ഈ മണി പുറത്തെടുത്ത് മറ്റ് രാഷ്ട്രങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യും. അവരെ തെറ്റ് പറയാൻ പറ്റില്ല, കാരണം റിയൽ ബിസിനസ്സും റിയൽ ഏർണിങ്സും അവിടെയാണ് വരുന്നതെന്നർത്ഥം. ഒരു സിമ്പിൾ കേസ് സ്റ്റഡി എടുക്കാം. സൊമാറ്റോ എറ്റേണൽ എന്ന് പറയുന്ന നമ്മുടെ നിഫ്റ്റി 50 ഇൻഡെക്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കൊമേഴ്സ് കമ്പനിയാണ്. അതേ കൊമേഴ്സ് കമ്പനിയാണ് US മാർക്കറ്റിൽ വരുന്ന ആമസോൺ എന്ന് പറയുന്ന കമ്പനി. ആമസോണിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വേഴ്സസ് PE റേഷ്യോ, ഫോർവേഡ് PE റേഷ്യോ സിമ്പിളായിട്ട് പറയാം. ഈ ഗ്രീൻ ചാർട്ട്, ഇവിടെ കാണുന്ന ഈ ഗ്രീൻ കളർ ബാർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, മുകളിലോട്ട് പോകുന്നു. അതായത് കമ്പനിയുടെ ലാഭം വർദ്ധിച്ചു വരുന്നു. പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ, അതായത് ഏണിങ്സിന് നമ്മൾ കൊടുക്കുന്ന വില, സ്റ്റോക്കിൻ്റെ പ്രൈസ്, അങ്ങനെ സിമ്പിളായിട്ട് അതെന്ന് പറയുന്നത് ഓൾമോസ്റ്റ് വരുന്നത് 25x ടൈംസ് ആണെന്ന് മനസ്സിലാക്കാം. എന്നാൽ അതിൻ്റെ വരുമാനം ഇപ്പോൾ 2025 വർദ്ധിച്ചു നിൽക്കുന്നത് $320 ബില്യൺ ആണെന്ന് ആലോചിക്കണം. ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. അതിന് കൊടുക്കുന്ന വില എന്ന് പറയുന്നത് 25px. 25pxന് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് $320 ബില്യൺ. അതായത് കമ്പനി വളരെ വലിയ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ സ്റ്റോക്ക് പ്രൈസ് ഇപ്പോഴും താഴെയാണ്. അപ്പോൾ വരുമാനം കൂടുമെന്ന് സംഭവിക്കും, ഈ സ്റ്റോക്ക് പ്രൈസ് ക്രമാതീതമായിട്ട് മുകളിലോട്ട് പോകുമെന്നർത്ഥം. ഇനി ഇതേ കേസ് നമ്മൾ എറ്റേണൽ സൊമാറ്റോ എന്ന് എടുത്ത് നോക്കിയേ. സൊമാറ്റോ ആദ്യം ഒരു ലോസ് മേക്കിംഗ് കമ്പനിയായിരുന്നു, ഇപ്പോൾ അത് ഗ്രീനിലോട്ട് വന്നു. എന്നാൽ സിമ്പിൾ പ്രോഫിറ്റ് ഉണ്ട്, ഏകദേശം 320 CR ആണ് അതിൻ്റെ പ്രോഫിറ്റ്. നമുക്കതിനെ 320x എന്ന് പറഞ്ഞ രീതിയിലെടുക്കാം. അപ്പോൾ 320x ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൊടുക്കുന്ന ഒരു കമ്പനിയുടെ പ്രൈസ് ടു ഏണിംഗ് നിൽക്കുന്നത് 200x ആണ്. നിങ്ങൾ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസിന് കൊടുക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 200ൻ്റെ ഏണിങ്സ് മൾട്ടിപ്പിളാണ്. 200 കൊടുത്തിട്ട് നിങ്ങൾക്ക് 320 കോടിയേ കിട്ടുന്നുള്ളൂ. പക്ഷേ 25 ആമസോൺ 25 കൊടുത്തിട്ട് നിങ്ങൾക്ക് $320 ബില്യൺ വരുമാനമുള്ള കമ്പനി കിട്ടുന്നു. ഈ ഒറ്റ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയും. നിങ്ങൾ എറ്റേണൽ സൊമാറ്റോ പോയി വാങ്ങിക്കുമോ, ഇതേ സ്ഥലത്ത് നിങ്ങൾ ആമസോൺ പോയി വാങ്ങിക്കുമോ? സിമ്പിൾ ആൻസറാണ്. നിങ്ങൾക്കും അറിയാം ഉത്തരം, എനിക്കും അറിയാം എൻ്റെ ഉത്തരം. ഇതാണ് സംഭവം. അപ്പോൾ എവിടെയാണോ റിയൽ കോർ ബിസിനസ് നടന്ന് അവിടെ വരുമാനം കൊണ്ടുവരുന്നത്, പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൊണ്ടുവരുന്നിടത്ത് സ്റ്റോക്ക് പ്രൈസ് താഴ്ന്നു കിടക്കുകയാണെങ്കിൽ ഇനി അവിടെ ആയിരിക്കും സ്റ്റോക്ക് പ്രൈസ് കയറാൻ പോകുന്നത്. ഓൾറെഡി സ്റ്റോക്ക് വരുമാനം കുറവാണ്, പക്ഷേ സ്റ്റോക്ക് പ്രൈസ് 200x നിൽക്കുന്നു. അവിടെ ബീറ്റ് ആൻഡ് ഡൗൺ താഴോട്ട് വരുവാനുള്ള പ്രോബബിലിറ്റിയാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പം നല്ല കമ്പനികൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട്, ഇപ്പോൾ ആമസോൺ ഒരു ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ്. ഇതുകൊണ്ട് നിങ്ങൾ നാളെ ആമസോണിൽ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എറ്റേണിൽ വിൽക്കണം എന്നുള്ളതല്ല. പക്ഷേ ആ ഒരു കമ്പാരിസൺ, രണ്ട് കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന രണ്ട് കമ്പനികളുടെ, ഒരു കമ്പനി കൊടുക്കുന്ന ഏണിങ്സ് വളരെ മേലെയും വേറെ കമ്പനി കൊടുക്കുന്നത് താഴെയുമാണ്. ആമസോൺ ഈ ലെവലിലാണ് നിൽക്കുന്നത്, എറ്റേണൽസ് നിൽക്കുന്നത് ഇവിടെയാണ്. എന്നാൽ ആമസോണിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഇവിടെയാണ്, എറ്റേണലിൻ്റെ സ്റ്റോക്ക് പ്രൈസ് ഇവിടെയാണ്. ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ കൃത്യമായിട്ട്
പോർട്ട്ഫോളിയോനെ ഡൈവേഴ്സിഫൈ ചെയ്യണം. ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അടുത്ത 5-10 വർഷം മുന്നോട്ട് ചിന്തിക്കുമ്പോൾ അതൊരു റിഗ്രറ്റ് വരാതിരിക്കാൻ ഇപ്പോഴേ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നർത്ഥം. ഇതിൽ നമ്മോട് തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വാട്ട് ആൻ ഇൻവെസ്റ്റർ ഡു? ഒരു ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങളെയും എന്നെയും പോലുള്ളവർ എന്ത് ചെയ്യണം? ഞാനൊരു സിമ്പിൾ സ്ട്രാറ്റജി പറഞ്ഞുതരാം. ഈ സ്ട്രാറ്റജി നിങ്ങൾ അതുപോലെ എടുക്കണമെന്നില്ല. കാരണം നിങ്ങളുടെ റിസ്ക്, നിങ്ങളുടെ ഗോള്, നിങ്ങളുടെ ഇൻകം, നിങ്ങളുടെ എക്സ്പെൻസ്, ഇതിനെല്ലാം അനുസരിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെ സിറ്റുവേഷൻസിലും വ്യത്യാസപ്പെടും. പക്ഷേ സിമ്പിൾ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60% ഗ്ലോബൽ ഇൻവെസ്റ്റിംഗ് ചെയ്യണം, ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യണം. അതിൽ 40% എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യണം. ഇന്ത്യൻ മാർക്കറ്റിലും നല്ല കമ്പനികളുണ്ട്, നല്ല ഓപ്പർച്യൂണിറ്റികളുടെ പോക്കറ്റ്സുകളുണ്ട്. അവിടെ മനസ്സിലാക്കി അവിടെ മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ചുരുക്കണം, ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻസ് കൂട്ടണം. ഇനി ഈ 60% ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞു. ഈ 60% വരുന്ന ഗ്ലോബൽ ഡൈവേഴ്സിഫിക്കേഷനിൽ ഞാൻ ഇതിനെ 2 പാർട്ടായിട്ട് മാറ്റുന്നു. അതിൽ 70% ഡെഫിനറ്റായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, പാസീവ് ഇൻവെസ്റ്റിംഗ്, ലോ എക്സ്പെൻസ് റേഷ്യോ, ഹൈ റിട്ടേൺ, അങ്ങനെയുള്ള ETF ഇൻവെസ്റ്റ് ചെയ്യണം. 30% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഡയറക്റ്റ്ലി ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ല ബിസിനസ് കൊണ്ടുവരുന്ന നല്ല കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി ഈ 60% ETF-ഉം 30% സ്റ്റോക്കും എന്ന് പറയുമ്പോൾ ഇതിനകത്തും ഒരു സ്പ്ലിറ്റ് കൊടുക്കുന്നു. അതായത് ഇതിനകത്ത് ഒരു 70% ഡെഫിനറ്റായിട്ടും 70% US മാർക്കറ്റിലും ബാക്കി വരുന്ന 30% നിങ്ങൾ കൊടുക്കേണ്ടത് യൂറോപ്യൻ മാർക്കറ്റിലും അതേപോലെ എമേർജിങ് മാർക്കറ്റിലും ആയിരിക്കണം. അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റ് നിങ്ങളൊരു റെഫറൻസ് പോലെ നിങ്ങളെ മനസ്സിലൊരു പിക്ചർ പോലെ വെക്കുക. അതനുസരിച്ച് നിങ്ങളിതിൽ വർക്ക് ചെയ്യുക. വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല ETF-കളുണ്ട്, നല്ല സ്റ്റോക്കുകളുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ഇപ്പോഴേ അതിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത 5-10 വർഷമാകുമ്പോഴേക്കും നമ്മൾ ഈ ഡോളർ സ്ട്രെങ്തൻ പ്രാപിക്കും, INR താഴ്ന്നു പോവുകയും ചെയ്യുന്ന പ്രശ്നങ്ങൾ നമുക്ക് വരില്ല. മറ്റ് ടെക്നോളജി ഭീമന്മാരായിട്ടുള്ള കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഗ്രോത്തോടു കൂടെ തന്നെ നമുക്ക് നമ്മുടെ വെൽത്തും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ ഇന്ത്യൻ, അതായത് ഡൊമസ്റ്റിക് ഇക്വിറ്റിയിലും അതേപോലെ ഇൻ്റർനാഷണൽ ഇക്വിറ്റിയിലും വരുത്തുന്ന മാറ്റങ്ങൾ വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതാണ് യൂട്യൂബിലെ മെമ്പർ കമ്മ്യൂണിറ്റി. യൂട്യൂബിലെ ചാനലിനടുത്തുള്ള ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ പിക്ചർ മനസ്സിലാക്കുക. നിങ്ങളുടേതായ ഹോംവർക്ക് ചെയ്തിട്ട് നല്ല പോക്കറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇപ്പോഴേ അതിനുള്ളൊരു പ്രിപ്പറേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നമുക്ക് ആ റിഗ്രറ്റ് ഒഴിവാക്കാം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടാൽ ഒരുപാട് നന്ദി. നമുക്ക് അടുത്ത ആഴ്ച മറ്റു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.